എൻ്റെയും തക്കുൻ്റെയും 2 ദിവസത്തെ ചർച്ചയ്ക്കൊടിയിൽ ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ബീറ്ററും ഇല്ല, ഓവനും ഇല്ല, ഫ്രഷ് ക്രീമും ഇല്ല. എന്നും വെച്ച് ഈ തീരുമാനം നീട്ടിക്കൊണ്ട് പോകാനും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ പാപ്പായും ഉമ്മയും ഇല്ല. ഇതുപോലൊരു സാഹചര്യം ഇനി ഒത്തു വരുമോ? അതുമില്ല. ഉള്ളത് വെച്ച് ഓണം പോലെ എന്നൊക്കെ കരുതിയിട്ട് പണ്ട് കോവിഡ് ടൈമിന് എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലത്ത് തക്കു വാങ്ങി വെച്ച കുറച്ച് മെഷറിംഗ് കപ്സ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. പിന്നെ മൈദ, ബട്ടർ, പഞ്ചസാര പൊടിച്ചത്, പിന്നെ ബേക്കിംഗ് പൗഡർ, പാലും ഇല്ല കേട്ടോ. പാലിന് പകരം നമ്മളിവിടെ വേറൊരു ഓൾട്ടർനേറ്റീവ് സാധനമാണ് ചേർക്കുന്നത്. എന്താണെന്നറിയോ? നമ്മുടെ തേങ്ങാ വെള്ളമില്ലേ, അതെല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ പാലില്ലാത്തവർക്ക് അതും യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ അടിപൊളി ഒരു ബട്ടർ ക്രീം കേക്ക്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ബൺ മസ്കയിലും ഇതേ ഐസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അതും ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരംകാരുടെ മാക്ടസ് കേക്ക് ഇല്ലേ, ആ കേക്ക് ഈ കേക്കിൻ്റെ ഒരു അമ്മാവനായിട്ടൊക്കെ വരും. ഒരു വഴിക്ക് 3 വർഷം എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസിപ്പീസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ മുറിക്കുന്ന മറന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഫ്രീസ് ചെയ്തിട്ട് എടുക്കുമ്പം നല്ല അതിൻ്റെ ഐസിംഗ് ഒക്കെ നല്ല അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലിരിക്കും കേട്ടോ. നമ്മൾ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കട്ടിയായിപ്പോയി, എങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ല. ബീറ്ററും കൂടെ ഉണ്ടായെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയേനെ. ഈ കേക്ക് ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ തിന്ന് തീർത്തട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തേരെ.